ഹിരോഷിമ, നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ്? ജപ്പാൻ. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ്? 1945 ആഗസ്റ്റ് 6. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ്? 1945 ആഗസ്റ്റ് -9. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് പ്രയോഗിച്ചത് ഏത് രാജ്യത്തെ സൈനികരാണ്? അമേരിക്ക. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് എന്തായിരുന്നു? ലിറ്റിൽ ബോയ്. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് എന്തായിരുന്നു? ഫാറ്റ്മാൻ. ഫാറ്റ്മാൻ എന്ന അണുബോംബിന്റെ ഭാരം എത്രയായിരുന്നു? 6.4 കിലോഗ്രാം. ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ ഭാരവും നീളവും എത്രയായിരുന്നു? 3 മീറ്റർ നീളവും 4400 കിലോഗ്രാം ഭാരവും. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര്? എനോള ഗേ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു? പോൾ ഡബ്ല്യു ടിബറ്റ്. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര്? ബോസ്കർ. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു? ക്യാപ്റ്റൻ മേജർ സ്വീനി. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ചത് ഏതു സമയത്താണ്? രാവിലെ 8:15. ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് ഏതു രാജ്യമാണ്? അമേരിക്ക. അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക അണുവായുധം പ്രയോഗിച്ചത്? പേൾ ഹാർബർ തുറമുഖം. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം? അമേരിക്ക. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം? രണ്ടാം ലോകമഹായുദ്ധം. ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏത്? യുറേനിയം 235. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു എന്താണ്? പ്ലൂട്ടോണിയം 239. ഹിരോഷിമയിൽ അണുബോംബ് വർഷിക്കാൻ ഉപയോഗിച്ച വിമാനം ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? B-29 എനോള ഗേ. ഹിരോഷിമയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ച അമേരിക്കയുടെ B-29 വിമാനത്തിന്റെ ലക്ഷ്യസ്ഥാനം എന്തായിരുന്നു? എയോയ് ബ്രിഡ്ജ്, ഹിരോഷിമ നഗരത്തിലെ. ജപ്പാനിലെ ഏതു നഗരത്തിലാണ് അമേരിക്ക ആദ്യം ആറ്റം ബോംബിട്ടത്? ഹിരോഷിമ. 1945 ആഗസ്റ്റ് 6. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച ദിവസവും സമയവും? 1945 ആഗസ്റ്റ് 6 തിങ്കൾ രാവിലെ 8:15 ഹിരോഷിമയിൽ. ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം? ജപ്പാൻ. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം? ഹിരോഷിമ. ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൽ അതിന്റെ അണുപ്രസരണം ഏറ്റു രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി? സഡാക്കോ സക്കി. സഡാക്കോ സക്കി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂട്ടുകാരിയുടെ ഉപദേശപ്രകാരം എത്ര വെളുത്ത കൊക്കുകളെ ആണ് ഉണ്ടാക്കിയത്? 645. 2 ബോംബാക്രമണങ്ങളിൽ ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും നിന്നും രക്ഷപ്പെട്ട വ്യക്തി? സുറ്റോമു യമഗുച്ചി. ആണവനിരായുധീകരണത്തിന്റെ സന്ദേശവുമായി ശാസ്ത്രജ്ഞരുടെയും ചിന്തകരുടെയും നേതൃത്വത്തിലുണ്ടായ പ്രസ്ഥാനം? പഗ്വാഷ് ഭുഗ്വാഷ്. പഗ്വാഷ് ഭുഗ്വാഷ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാം? ബെർട്രാൻഡ് റസ്സൽ, ജൂലിയോ ക്യൂറി, കാൾ പോൾ എന്നിവർ. ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെ? മെക്സിക്കോയിലെ മരുഭൂമിയിൽ, ട്രിനിറ്റി സൈറ്റ്. ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്നത് ഏതു രഹസ്യപേരിലാണ്? ട്രിനിറ്റി മാൻഹട്ടൻ പ്രൊജക്ടിന്റെ ഭാഗം. ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഹാരി എസ് ട്രൂമാൻ. അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി? മാൻഹട്ടൻ പ്രോജക്റ്റ്. മാൻഹട്ടൻ പ്രോജക്റ്റിന്റെ തലവൻ ആരായിരുന്നു? റോബർട്ട് ഓപ്പൺഹൈമർ. ആറ്റം ബോംബിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് ആരാണ്? റോബർട്ട് ഓപ്പൺഹൈമർ.